മണിമലയാറിനെയും പമ്പാ നദിയെയും ബന്ധിപ്പിച്ചിരുന്ന വരട്ടാർ നദി അപ്രത്യക്ഷമായി. ഇതുമൂലം വരട്ടാറിന്റെ തീരത്ത് താമസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് ദുരിതത്തിലായിരിക്കുന്നത്. അനധികൃത കയ്യേറ്റങ്ങളും നദിയിലേക്ക് മാലിന്യം ഒഴുക്കിവിട്ടതുമാണ് വരട്ടാർ അപ്രത്യക്ഷമാകാൻ പ്രധാന കാരണം. മണിമലയാറിനെയും പമ്പാ നദിയെയും ബന്ധിപ്പിച്ചിരുന്ന വരട്ടാർ നദി ഇന്ന് വെറും ഒരു കരഭൂമിയായി മാറിയിരിക്കുന്നു. കരളെ കറന്നെടുക്കൂ എൻ്റെ സിരയിലൂടൊഴുകുന്ന പോയ കാലങ്ങൾ. കരളെ കറന്നെടുക്കൂ. അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങളും കയ്യേറ്റങ്ങളുമെല്ലാം വരട്ടാറിനെ ഇല്ലാതാക്കി. സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വരണ്ട് കിടക്കുന്ന ഒരു ആറായിട്ട് മാറിയിരിക്കുന്നു. അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം മധ്യഭാഗം ഉൾപ്പെടെ മണ്ണ് നിറഞ്ഞു കിടക്കുന്നു. വരട്ടാർ നദിയെ മാലിന്യവിക്തമാക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തുകൾ പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ നടത്താൻ മറ്റു വകുപ്പുകൾ തയ്യാറാകാത്തതും വിനയായി. ഒരു 365 ദിവസത്തേക്ക് നീരൊഴുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണമെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അടക്കം സംസ്ഥാന സർക്കാരിൻ്റെ അടക്കം ജില്ലാ ഭരണകൂടങ്ങളിലെ, പ്രത്യേകിച്ച് ഒരു കര പത്തനംതിട്ട ജില്ലയും മറ്റൊരു കര ആലപ്പുഴ ജില്ലയുമായി നിൽക്കുമ്പോൾ 2 ജില്ലാ ഭരണകൂടങ്ങളുടെ ഏകീകരണം അടക്കം ഇക്കാര്യത്തിൽ ഉണ്ടാവണം. വരട്ടാറിന്റെ കരകളിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് കുടിവെള്ളത്തിന് പോലും കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. ഈ നദിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് നദിയെ നോക്കി 1 മണിക്കൂർ ഇരിക്കും, അത്രേ ഉള്ളൂ. കരയ്ക്ക് വന്ന് 1 മണിക്കൂർ വെള്ളത്തിലോട്ട് കാലുമുട്ടിയിരിക്കും. ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും നദി വന്നിരിക്കും. നദിയുടെ തീരത്താണ് എൻ്റെ വീട്. അതാണ് നദി നശിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഗതികേട്ടിലും വിഷമവും സങ്കടമുണ്ട്. എൻ്റെ മക്കൾക്ക് പോലും ഇത് പറഞ്ഞു കൊടുക്കാനും ഒക്കത്തില്ല നദി ഇങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അവരെ പോലും ഇപ്പം കുളിപ്പിക്കുന്നില്ല. പൂഴി കൊണ്ടോ ചുവന്നീ മൺ ചുമരുകൾ മൂകരായി നമ്മെ നോക്കുന്നു വീണ്ടും. പൂഴി കൊണ്ടോ ചുവന്നീ മൺ ചുമരുകൾ മൂകരായി നമ്മെ നോക്കുന്നു വീണ്ടും. വരട്ടാറിനും പമ്പയ്ക്കും വേണ്ടി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും ഈ പദ്ധതികൾ ഒന്നും തന്നെയും യാഥാർത്ഥ്യമായില്ല. ഇവയ്ക്ക് വേണ്ടി രൂപീകരിച്ച കൗൺസിലുകളും ഇന്ന് നിർജീവമായിരിക്കുകയാണ്. ക്യാമറമാൻ ശ്രീലാൽ കൊട്ടാരക്കരയ്ക്കൊപ്പം അജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.